ഓ, ഞാനിപ്പോ എഴുന്നേറ്റേ ഉള്ളൂ. എന്ത് വേണം? ഹാങ് ഓവർ മാറുമ്പോ വരാം, അപ്പൊ പറയാം. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഒരു ആർട്ടിസ്റ്റിന് ടൈഫോയിഡ് ആയിട്ട് കുറച്ചു ദിവസമായി. ആർട്ടിസ്റ്റിനോ? ഹെൽപ്പേഴ്സിൽ ആർക്കോ സുഖമില്ലെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ഹെൽപ്പർ അവരും ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, ഒന്നാംകിട ആർട്ടിസ്റ്റ് മുമ്പ്. അതിന് ഞാൻ എന്ത് വേണം? അവരെ ഒരു നേഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്യണം. സുഖമില്ലാത്തവരൊക്കെ വീട്ടിലയക്കണം. അവർക്ക് വീടില്ല. അതെന്റെ ഉത്തരവാദിത്തമല്ല. രോഗം വന്നാൽ സാമാന്യ ചികിത്സയെങ്കിലും കിട്ടണ്ടേ ഇവിടുത്തെ മനുഷ്യർക്ക്? മരുന്ന് കൊടുത്തു, ലീവും. പിന്നെ ഏതെങ്കിലും ഡോക്ടറെ വിളിച്ച് കാണിക്കൂ. വേണ്ട, അത് അന്നേ ചെയ്തിരുന്നെങ്കിൽ ഇത്ര സീരിയസ് ആവില്ല. അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് വേണം, എക്സ്പെർട്ട് ട്രീറ്റ്മെന്റ്. ഒരു നല്ല നേഴ്സിംഗ് ഹോമിൽ അയക്കണം. പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിൽ കഴുത്തിറക്കുന്ന ബില്ലാണ്, അറിയാമോ? ഏറിയാൽ എത്ര വരും? 11 വർഷം പണിയെടുത്ത വകയിൽ അവർക്ക് എത്ര ശമ്പളം കൊടുത്തിട്ടുണ്ട് മിസ്റ്റർ അനന്തൻ? ഇവിടെ തിരക്കാടുകൾ നോക്കി ഒന്ന് പറയാമോ? മാനേജർ വാൻഡേജ് ചെയ്യൂ. കൽപ്പന കിട്ടിയില്ലേ? ഇനി സമയം കളയണ്ട. ഇവിടെ സർക്കാർ ആശുപത്രി ഉണ്ടാവും. ഉണ്ടാകുമെന്നല്ല, ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അവർക്ക് കൂടെ നിൽക്കാൻ ആളില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നഴ്സിംഗ് ഹോം. നിങ്ങളൊരു ആംബുലൻസിന് ഏർപ്പാട് ചെയ്യണം. അവരെ റെഡിയാക്കാൻ ഞാൻ കുട്ടികളോട് പറയാം. ഞാനും വരാം. വേണ്ട, ഞങ്ങൾ അഡ്മിറ്റ് ചെയ്ത് വരാം. നിങ്ങൾക്കൊക്കെ മോർണിംഗ് പ്രാക്ടീസ് ഉണ്ടല്ലോ. ശരി. വരൂ, 5 മിനിറ്റ് ക്യാൻറ്റീനിലിരിക്കാം. വരൂ. നേഴ്സിംഗ് ഹോമിൽ ഒരാഴ്ചത്തെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയാൽ അവർക്ക് സുഖമാവും. വേണ്ട, നന്ദി വാക്കൊന്നും പറയണ്ട. ആരായാലും ചെയ്യേണ്ടതാണ് ഇതൊക്കെ. വരൂ. രണ്ട് ചായ. 2 ചായ കൊടുക്ക്. ഇരിക്കൂ. ഇന്നലെ രാത്രി ഞാൻ തീരെ ഉറങ്ങിയില്ല. എവിടെ കിടന്നാലും എല്ലാം മറന്നുറങ്ങുന്ന ആളാണ് ഞാൻ. ജാനു പറഞ്ഞ ചില കാര്യങ്ങൾ ആലോചിച്ചാലോചിച്ച് നേരം വെളുപ്പിച്ചു. കഴിക്കൂ. ചെല്ലുന്നിടത്തൊക്കെ ചോദിക്കുന്ന സൗകര്യങ്ങൾ വെച്ച് തരും. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിഷമങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ മെനക്കെടാറില്ല. എന്റെ തെറ്റ്. പല കമ്പനികളിലും ഞാൻ പണിയെടുത്തിട്ടുണ്ട്. പലരുമായും അടുത്തിടപഴകിയിട്ടുണ്ട്. എനിക്ക് ജാനുവിനെ ഇഷ്ടമായി. ഞാനൊരു പരിക്കനാണ്. ഇത് ഇങ്ങനെയൊന്നുമല്ല ഇത് പറയേണ്ടത്.
എനിക്കറിഞ്ഞൂടാ. ഒരു കാര്യം പറഞ്ഞാൽ നടുങ്ങരുത്. വളരെ കുറച്ച് പരിചയമുള്ള ഒരാൾ പെട്ടെന്ന് പറഞ്ഞു എന്ന നിലയ്ക്ക് തള്ളിക്കളയരുത്. ആലോചിച്ച് പിന്നെ മറുപടി തന്നാൽ മതി. മനസ്സിൽ വെക്കാൻ മാത്രമായി ഇപ്പൊ തന്നെ പറയട്ടെ. ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ എനിക്ക് കഴിയും. എന്റെ ഭാര്യയെ രാത്രി വിളിച്ചിറക്കി കൊണ്ടുപോകാൻ ധൈര്യമുള്ള ഒരു മുതലാളിയോ അവന്റെ തന്തയോ ഇനി പിറക്കണം. ഒരാളുടെ മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ല, അത്രയെങ്കിലും കഴിയുമല്ലോ. അതാദ്യം ജാനുവിനോട് പറയാമെന്ന് കരുതി. എന്തെങ്കിലും തോന്നിയാൽ കുനിഞ്ഞിരുന്ന് തല പോയിക്കുക, കണക്ക് കൂട്ടുക. അതെനിക്കറിയില്ല. മരണം കൊണ്ട് കളിക്കുന്ന തൊഴിലാവുമ്പോൾ കൊല്ലങ്ങളോളം ആലോചിക്കുന്നതിലും അർത്ഥമില്ല. ഞാൻ പോട്ടെ. മനസ്സിൽ വെക്കാൻ പറഞ്ഞതാണ്. സഹതാപം കൊണ്ടല്ല, ഇഷ്ടം കൊണ്ട്. മറുപടി രണ്ടായാലും എനിക്ക് ജാനുവിനെ ഇഷ്ടമായിരിക്കും. ആലോചിക്കൂ. എന്തായിരുന്നു ഭാസ്കരന്റെ ഉപദേശം? ഒന്നുമില്ല. എന്നാലും ഒരുമിച്ച് ചെയ്യാവുന്ന നമ്പറുകളെ പറ്റി എന്തോ പറഞ്ഞു. അത് മുമ്പും പറഞ്ഞതല്ലേ. അവനെ സൂക്ഷിക്കണം. എവിടെ ചെന്നാലും പെൺപിള്ളാരെ മയക്കലാണ് എന്റെ പണി. ചന്ദ്രേട്ടൻ എങ്ങനെ അറിഞ്ഞു? പലരും പറഞ്ഞു കേട്ടു. നമ്മുടെ ശമ്പളം നിശ്ചയിക്കുന്ന കാര്യം ജാനു പ്രൊപ്പറേറ്ററോട് പറഞ്ഞോ? ചന്ദ്രേട്ടന് പറഞ്ഞൂടെ? പ്രൊപ്പറേറ്ററോട് തന്നെ പറയണം. ജാനു പറഞ്ഞാൽ മതി. നമ്മളൊക്കെ ഒരുമിച്ചാണെന്ന് ജാനു പറഞ്ഞാൽ നടക്കും. ഞാൻ ചെന്ന് കൊഞ്ചു കൊഴയണോ? ആണുങ്ങളെപ്പോലെ അവരോട് നേർക്ക് നേരെ കാര്യം പറയാൻ ചന്ദ്രേട്ടനാവില്ലെങ്കിൽ എനിക്കതും ചെയ്യേണ്ടി വരും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എനിക്ക് നമ്മുടെ സർക്കസും ഷോയും ഒക്കെ ഒന്ന് പരിഷ്കരിക്കണം. അതിനാണ് നിങ്ങളെയൊക്കെ വിളിപ്പിച്ചിട്ടുള്ളത്. പുതിയ ഐറ്റംസ് വേണം. അല്ലെങ്കിൽ ഒരു സർക്കസും മറ്റൊരു സർക്കസും തമ്മിൽ എന്താ വ്യത്യാസം? മോട്ടോർ സൈക്കിളിന് പകരം ജീപ്പ് അടിക്കുന്നതൊന്നും വലിയ അത്ഭുതമൊന്നുമല്ല. എന്ത് വേണമെന്ന് പറയണം. ഞാൻ എന്തും ട്രൈ ചെയ്യാം. എല്ലാരും ആലോചിക്കണം. നെഞ്ചു വെട്ടിപ്പൊളിച്ച് ഹൃദയമെടുത്ത് മേശപ്പുറത്ത് വെച്ചാൽ അത് ആടിന്റെ ചങ്കാട എന്ന് കൂവും. അതാ ഈ നാട്ടിലെ ജനം. സ്പ്ലിറ്റ് ഗ്ലോബിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ നമുക്ക് ആദ്യം അത് പ്രസന്റ് ചെയ്യാൻ കഴിയൂ? വെറും ഗ്ലോബല്ല, സ്പ്ലിറ്റ് ഗ്ലോബ്. അറിയാം, അതത്ര കാര്യമൊന്നുമല്ല. സാധനം ഓർഡർ ചെയ്യണം, ഞാൻ ചെയ്യാം. ഷോ ആണ് കാര്യം. അപകടമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഷോ. ട്രപ്പീസ് കുറച്ചുകൂടെ ത്രില്ലിംഗ് ആക്കാം എളുപ്പത്തിൽ. എല്ലാ ലൈറ്റും ഓഫ് ചെയ്യണം. ലൂമിനസ് കളറിലുള്ള ഡ്രസ്സ് കൊടുത്താൽ മതി. റഷ്യൻ സ്റ്റൈൽ. എക്സ്ട്രാ റിസ്ക് ഒന്നുമില്ല. That's fine. കമ്പനി നന്നാവണമെന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. പക്ഷെ ഞങ്ങളുടെ ചില കാര്യങ്ങൾ. നിങ്ങളെന്താ നിൽക്കുന്നത്? ഇരിക്കണം. ചില്ലറ കാര്യങ്ങളാണ്. എന്താണ്? ഇവിടെ ഇനിയും ശമ്പളം നിശ്ചയിക്കാതെ പലരുമുണ്ട്. കൊല്ലങ്ങളായി വെറും ബാറ്റ് മാത്രം പറ്റുന്നവർ. പിന്നെ മനുഷ്യരാണ് കൂടാരങ്ങളിൽ പാർക്കുന്നത് എന്ന് കണക്കിലെടുത്ത് കുറച്ചുകൂടി സൗകര്യങ്ങൾ കൊടുക്കണം. പിന്നെ എന്തൊക്കെയുണ്ട് പരാതികൾ? ചില ഇംഗ്ലീഷ് കമ്പനികളിൽ ഒരു പെട്ടി വെക്കാറുണ്ട് അത്രേ, പരാതികൾ എഴുതിയിടാൻ. വേണ്ട, നേരിട്ട് പറയാൻ പേടിയുള്ളവർക്കാണ് പരാതിപ്പെട്ടി. കുളിക്കാൻ, കിടക്കാൻ ഈ സാധാരണ സൗകര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ എല്ലാം പറയണോ? എടോ, താനിവിടെ യൂണിയൻ ഉണ്ടാക്കാൻ പോകുന്നു. എടോ പോടോ താനെന്നൊക്കെ തരമനുസരിച്ച് പറയണം. സൂക്ഷിച്ച് വാക്കുകളെടുത്ത് പെരുമാറണം. വിദ്യാഭ്യാസമുള്ള ആളാണെന്നാണല്ലോ വെപ്പ്. സ്കെയിലും ശമ്പളവും ഒക്കെ അമ്മാവനെ അറിയോ? ഐ ഡോണ്ട് നോ. യു മസ്റ്റ് നോ.
because you are running the show. I know what to do. എല്ലാരും പോവും. ഹെൽപ്പേഴ്സ്, റിംഗ് ബോയ്സ്, ഇലക്ട്രീഷ്യൻസ്, ക്ലൗൺസ് എല്ലാരും ഇങ്ങോട്ട് വരണം. ഒരേ തരത്തിലുള്ള കോമാളിത്തം. നിങ്ങളുടെ ഈ പീറക്കളി കണ്ട് ആളുകൾ മടുക്കില്ലേ? എല്ലാ സ്ഥലത്തും ഇതൊക്കെ തന്നെ ചെയ്യാറ്. എന്നും ചിരിക്കാൻ കുറെ കുട്ടികളുണ്ടാവും, പിന്നെ ചില കുട്ടികളും. അമ്പു റിംഗ് ബോയ്, ശങ്കരൻ റിംഗ് ബോയ്, നാരായണൻ റിംഗ് ബോയ്, ഗോവിന്ദൻ ഇലക്ട്രീഷ്യൻ, ശേഖരൻ ഹെൽപ്പർ, കുഞ്ഞനന്ദൻ ഹെൽപ്പർ, കുമാരൻ കുരിക്കൽ ഹെൽപ്പർ. നിങ്ങൾക്കൊന്നും വിശേഷിച്ചൊരു ജോലി ഞാൻ ഇവിടെ കാണുന്നില്ല. ഓ, ഇവർക്കൊക്കെ ഉടനെ പിരിഞ്ഞു പോവാം. വേണ്ടാത്തവരുടെ കൂട്ടത്തില് എന്നെയും പെടുത്തുമെന്നാ വിചാരിച്ചത്. അലക്കാനും തിരുമ്പാനും ആള് വേണമല്ലോ എന്ന് വെച്ചാവും നിർത്തിയത്. പാവം ഗുരുക്കള്, ഗോവിന്ദേട്ടന്റെ കാര്യ അതിലും കഷ്ടം. ദുഷ്ടൻ. അയാൾക്ക് ചെറുപ്പ. ആരെങ്കിലും പറഞ്ഞാ കേൾക്കുമെങ്കില് ദൈവശാപം എന്നൊന്നുണ്ടെന്ന് മനസ്സിലാക്കി കൊടുത്താ നന്ന്. എന്നോടാണോ നണിയെടുത്തി? അയാൾ എനിക്ക് ആരുമല്ല. വിളിക്കുമ്പോ പോണു. എന്റെ തലയിലെടുത്ത് ഉള്ള കഞ്ഞി കുടിച്ചു കഴിയാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകാൻ ഒരാളില്ലാത്തോൾ അനുഭവിക്ക തന്നെ. എല്ലാവരും ക്യാൻറ്റീനിൽ വരാൻ പറഞ്ഞു. കഴിഞ്ഞില്ലേ പ്രതാപം കാട്ടല്? ഭാസ്കരനെ വിളിക്കുന്നത് എല്ലാവരും. തിരിച്ചുവിട്ടാൽ പെരുവഴിയിലിറങ്ങണം. ഒരു നിയമവും നമ്മുടെ സഹായത്തിന്. അപ്പോ പോകാൻ പറഞ്ഞവര് പോവുക തന്നെ. നമ്മൾ എന്ത് ചെയ്യാൻ? ചെയ്യാം. നിങ്ങളൊക്കെ എന്റെ കൂടെ നിൽക്കാം. ആരെയും പിരിച്ചുവിടാൻ പാടില്ല. എല്ലാവർക്കും ശമ്പളം, ഇൻക്രിമെന്റ്, സ്കെയിൽ. ചോദിക്കേണ്ട താമസമേ ഉള്ളൂ. ഒക്കെ വെച്ച് കിട്ടാൻ. ഇരുന്നാൽ കിട്ടില്ല, പിടിച്ചു വാങ്ങണം. ഇതൊന്നും നടക്കില്ല എന്റെ ഭാസ്കര. കാണണം. ഇന്ന് 6:15 നമ്മളെല്ലാവരും ഡ്രസ് ചെയ്ത് റെഡി. 6:20 ഫസ്റ്റ് ബെൽ, സെക്കൻഡ് ബെൽ, ഫൈനൽ ബെൽ. പരേഡിന് ആരും പോകാതെ റൗട്ടിയിൽ തന്നെ ഇരുന്നാൽ ടിക്കറ്റ് വാങ്ങി അകത്ത് കയറി ഇവർ ടെന്റിൽ. അങ്ങനെ ഒരു ഷോ മുടങ്ങിയാൽ, 2 ഷോ മുടങ്ങിയാൽ ഞാൻ തയ്യാർ. എന്റെ കൂടെ നിൽക്കാൻ എത്ര പേരുണ്ട്? സർക്കസ് കമ്പനിയില് പണിമുടക്ക് അല്ലേ? താൻ ചെയ്യണ്ട. മുതലാളി രാത്രി സൂഹിക്കുമ്പോൾ ആരും ശല്യപ്പെടുത്താതിരിക്കാൻ പുറത്ത് കാവൽ നിന്നാ മതി. ഈ കുത്തിത്തിരിപ്പിനൊന്നും എന്നെ കിട്ടില്ല. വരികണം. ആർട്ടിസ്റ്റുകളൊക്കെ റെഡിയാണെങ്കിൽ നമുക്ക് ഒരു വരച്ച വരയിൽ നിർത്താം. ഐ ആം റെഡി. ബ്ലഡി ഹെൽ, ഐ ആം റെഡി. കമ്പനി പൂട്ടി നാളെ എല്ലാവരും പുറത്തു പോകാൻ പറഞ്ഞാലോ? വേറെ സ്ഥലം അന്വേഷിക്കണം, ജോലി അന്വേഷിക്കണം. എന്നും ഇത് അടിമപ്പണിയായി നിൽക്കരുതെങ്കിൽ എന്നെങ്കിലും ആരെങ്കിലും തുടങ്ങണമല്ലോ. നമ്മളാവട്ടെ ആദ്യം. എന്ത് പറയുന്നു കൃഷ്ണൻകുട്ടി? വില്യംസ് റിംഗിൽ കയറാൻ തയ്യാറല്ലെന്ന് എത്ര പേർക്ക് ക്ഷണിച്ചു പറയാം? എന്താ ഇവിടെ? എന്റെ വക എല്ലാവർക്കും ഒരു ചായ. എന്റെ പിറന്നാളാണ് ഇന്ന്. യു ആർ ഓൾസോ വെൽക്കം. ഹാപ്പി ബർത്ത്ഡേ മൈ ബോയ്. കാന്റീൻ എന്തിനാണെന്ന് തനിക്കറിയില്ലേ? അത് മറ്റെന്തിനെങ്കിലും ഉപയോഗപ്പെടുത്തിയാൽ. കുഞ്ഞിനാവേട്ട, ചായ കൊടുക്കൂ. നിങ്ങളെല്ലാം ഒന്ന് ആലോചിക്കൂ. എന്നിട്ട് വീണ്ടും നമ്മൾ കൂടി തീരുമാനിക്കാം. മാസ്റ്റർ, 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 ഞാൻ നഴ്സിംഗ് ഹോമിൽ പോയി. ലക്ഷ്മി എടുത്തി നഴ്സിംഗ് ഹോമിൽ ഒറ്റ ദിവസം. പിന്നെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിൽ നീ പോയോ? അവിടുന്ന് അപ്പൊ വരുന്നത് ഉടമസ്ഥരില്ലാത്ത ശവങ്ങൾ അവർ വെച്ചിരിക്കില്ല. തോട്ടികള് മറവ് ചെയ്തു.
സ്പോട്ട്ലൈറ്റിൽ അനേക വർഷങ്ങൾ കയ്യടി വാങ്ങിയ ഒരു കളിക്കാരി ബിഷപ്പത്തിന് അവകാശമില്ല. എന്റെയും നിങ്ങളുടെയും ഒക്കെ അവസാനം ഇത് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മനുഷ്യരെ പോലെ ജീവിക്കാനാണ്, അവസാനം മനുഷ്യരെ പോലെ മരിക്കാനും. നിങ്ങൾ തയ്യാറാകുമ്പോൾ പറഞ്ഞോളൂ. മകളും പെങ്ങളും ഒക്കെ ആയിട്ട് അവളൊരുത്തി എനിക്കുണ്ടായിരുന്നു. നല്ല കാലത്ത് പ്രത്യേകിച്ചൊന്നും ഞാൻ കൊടുത്തിരുന്നില്ല. നശിച്ചപ്പോ പെരുവഴിയെങ്കിൽ പെരുവഴിയെന്ന് പറഞ്ഞു അവൾ ഇറങ്ങി കാണും. ഒന്നും പറയാതെ കടന്നു പോകും മാസ്റ്റർ. ഞാനിവിടെ ഇത്തിരി തനിച്ചിരുന്നോട്ടെ.